മദീനയിലെ മലഞ്ചെരിവുകൾ സഅലബയുടേതായി. ആടുകളും ഒട്ടകങ്ങളും നിറഞ്ഞു. പിന്നെ നിസ്കാരമില്ല, പിന്നെ വെള്ളിയാഴ്ച പോലുമില്ല, പിന്നെ ഒന്നുമില്ല. റസൂലുള്ള പലപ്പോഴും സ്വഹാബികളോട് അന്വേഷിക്കും, എന്താണ് സഅലബയുടെ അവസ്ഥ, നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ. അയാളിപ്പോ കാശിലങ്ങ് കൂടിയിരിക്കുകയാണ്, ഒട്ടകത്തിലും ആടിൻ്റെയൊക്കെ കാര്യത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കാത്ത് പോയി മേടിച്ചു കൊണ്ടുവാ. ഒട്ടകത്തിന് സക്കാത്തുണ്ടല്ലോ, അപ്രകാരം ആടിന് സക്കാത്തുണ്ടല്ലോ, ആ സക്കാത്ത് ഇങ്ങ് മേടിച്ചു കൊണ്ടുവാ. ചെന്ന സ്വഹാബികളോട് ഇതെന്താ സക്കാത്തോ, അങ്ങനെയൊന്നും ഞാൻ തരൂല്ലല്ലോ എന്ന് പ്രതികരിക്കേണ്ട താമസം. യാ വൈഹ സഅലബാ, സഅലബയുടെ നാശമേ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മുമ്പില് പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്, സഅലബയെ ശപിച്ചുകൊണ്ട്. വമിൻഹും മൻ ആഹദല്ലാഹ്, അല്ലാഹുവിനോട് മുൻപ് കരാർ ചെയ്ത ആളുകൾ, ലഇൻ അതാനാ മിൻ ഫളിഹി, ഞങ്ങൾക്കെങ്ങാനും അല്ലാഹു ഔദാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സ്വതക്ക ചെയ്യുകയും ഞങ്ങൾ നല്ലത് ചെയ്യുന്നവരാവുകയും ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ബഖിലു വതവല്ലൗ വഹും മുഅ്രിദൂൻ, ഇപ്പൊ അവർ തിരിഞ്ഞു കളഞ്ഞത് കണ്ടില്ലേ. സ്വഹാബികളായവരുടെ പോലും മാനസികാവസ്ഥയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളവരെ തെറ്റിദ്ധരിക്കാൻ പറയല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നവരാകരുത്. നിസ്കാരം പരിപൂർണമായി മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അവൻ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ നേരത്തെ, ആദ്യമായി അവന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മരണം സുഖകരമാകുന്നത് നിസ്കരിക്കുന്നവർക്കാണ്, ഇല്ലാത്തവന്റെ മരണം വളരെ പരാജയമായിരിക്കും. അവന്റെ ഖബറിന്റെ ഏകാന്തതയിലേക്ക് അവന്റെ നിസ്കാരം കടന്നു വരികയും ഖബറിൽ നിസ്കാരം അവന് സ്വാന്തനമേകുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്നവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല, മനസ്സിന് സമാധാനം ഉണ്ടാവും, മനസ്സിന് ശാന്തി ഉണ്ടാകും. അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മുൻനിർത്തി നമ്മൾ ഓരോന്നും ഒരിക്കൽ പോലും പിഴക്കാതെ മരണം വരെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു തിടുക്കം ഉണ്ടാവില്ല എന്ന് ഖുർആൻ. ഒരു തിടുക്കം അവർക്കുണ്ടാവില്ല, ദുന്യാവ് വാരിക്കൂട്ടാനുള്ള അത്യാഗ്രഹം ഉണ്ടാവില്ല. അപ്രകാരം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്ക് പ്രയാസം ഉണ്ടാവില്ല, അല്ലേ? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസൂഅ. വളരെ ധൃതിയുള്ളവനായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആ പ്രയാസത്തിൽ അവൻ ഭയവിഹ്വലനാവുകയാണ്. ഒരു പ്രയാസം വരുമ്പോഴേക്ക് വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, ഒരു സന്തോഷം വരുമ്പോഴേക്ക്, അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം വരുമ്പോഴേക്ക് ഇത് പടച്ചോനെ ഒന്ന് ഓർത്ത് ചെയ്യേണ്ട സംഗതിയല്ല എന്ന് അവനങ്ങ് വിചാരിക്കുകയാണ്. പക്ഷേ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നിസ്കാരം പതിവാക്കിയ ആളുകൾ ഒഴികെ അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തമ്പുരാന്റെ റസൂൽ മിഅ്റാജിന്റെ രാവിൽ ഒരു കാഴ്ച കാണുകയാണ്. ഒരു വിഭാഗം ആളുകൾ വലിയ പാറക്കല്ലുകൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. യാ ജിബ്രീൽ, ഇതേതാണ് ഈ വിഭാഗം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയപ്പെടുകയാണ്, ഹൗലാഇല്ലദീന, ഈ വിഭാഗം എന്ന് പറയുന്നത് നിസ്കാരത്തെ തൊട്ട് തലഭാരമായവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഖബറിൽ പ്രത്യേകമായ ശിക്ഷയാണ്, വലിയ പാമ്പുകളെ അല്ലാഹു നൽകുമെന്നാണ്. ഫലാ തസാലു ഫലാ യസാലു ഫിൽ ഖബരി മുഅദ്ദബൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഖബറിന്റെ ഉള്ളിൽ അവൻ നിസ്കരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ.
നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തദഇ ലനാ ശഖിയ്യം വലാ മഹ്റൂമാ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ പരാജിതനെയും അപ്രകാരം നിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവനെയും നീ ചേർക്കല്ലേ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, സഹാബാ, നിങ്ങൾക്കറിയുമോ ആരാണ് ഇപ്രകാരം പരാജിതനും അതുപോലെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടയാളും? ഇല്ല നബിയെ, ഞങ്ങൾക്കറിയില്ല. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കിയവനാണ്. അല്ലാഹു തആല പരലോകത്തേക്ക് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോ നിസ്കാരം ഒഴിവാക്കിയ ആളുകളുടെ അവരുടെ മുഖം മുഴുവൻ അല്ലാഹു കറുപ്പിച്ചുകൊണ്ടായിരിക്കും ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തീരാത്ത ശിക്ഷകളാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും തീരാത്ത ശിക്ഷകൾ. ഖബറിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണല്ലോ. ആ ചോദ്യത്തിന് ഓരോന്നിനും മറുപടി പറയാൻ കഴിയുക മുഅ്മിനീങ്ങളെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിസ്കരിക്കുന്നവർക്ക് മാത്രമാണ്. റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോൾ അല്ലേ, നിസ്കരിക്കുന്നവനല്ലേ അല്ലാഹു റബ്ബി എന്ന് പറയാൻ പറ്റൂ? അല്ലേ? അപ്രകാരം നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തിലാ നബിയോട് സലാം പറഞ്ഞവർക്കല്ലേ, സ്വലാത്ത് ചൊല്ലിയവർക്കല്ലേ നിന്റെ റസൂൽ മുഹമ്മദ് നബിയാന്ന് പറയാൻ പറ്റൂ? നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുമ്പോ വൽ കഅബത്തു ഖിബ്ലതീ, മുന്നിട്ട് നിസ്കരിച്ചവർക്കല്ലേ അത് പറയാൻ പറ്റൂ? നിന്റെ ഇമാം ഏതാണെന്ന് ചോദിക്കുമ്പോ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം, എന്നെ നയിക്കുന്നത്, എന്റെ എല്ലാം ഖുർആനാണെന്ന് പറയാൻ കഴിയുന്നത് നിരവധി ഓത്തുകൾ, നിരവധി പാരായണങ്ങൾ ആ നിസ്കാരങ്ങളിൽ നിർവഹിച്ചവർക്കല്ലേ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നിസ്കരിക്കുന്നവരിലും ആ നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നവരിലും അല്ലാഹു തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. എന്താ അല്ലാഹ് പറയുന്നത്? കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോ ശരീരവും അവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് പിടിക്കപ്പെടും. ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടും, നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും. ഓരോരുത്തരും അവനവന്റെ പാപം ചുമക്കേണ്ടി വരും. അല്ലാഹു തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിഭാഗം അതിലുണ്ടാവുകയില്ല. ഇല്ലാ അസ്ഹാബൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ ഒഴികെ. അല്ലാഹു തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ വലതുപക്ഷക്കാരെ കുറിച്ച് സൂറത്തുൽ വാഖിയ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അവരുടെ സ്വഭാവം, അവരുടെ ഇബാദത്ത്, അല്ലാഹു തആലയോട് അവർക്കുള്ള തഖ്വ എല്ലാം. നമ്മളൊക്കെ അതിൻ്റെ അടുത്തല്ല എങ്കിൽ ആ അടുത്തവരുടെ അടുത്തെങ്കിലും പടച്ച റബ്ബ് നമ്മയൊക്കെ എത്തിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മൗലദ് ദവീല സയ്യിദ് അവറുകളൊക്കെ, ആ വലിയ മഹാന്മാരൊക്കെ ഈ പറഞ്ഞവരോ അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള ആളുകളോ ആയിരിക്കും. അസ്ഹാബുൽ യമീനിൻ്റെ മുകളിൽ അസ്ഹാബുൽ മുഖറബൂൻ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. അള്ളാഹുവിലേക്ക് വളരെ അടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത ആളുകൾ. മിനൻ നബീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് അവരിൽപ്പെട്ടവരായിരിക്കും ഇവരൊക്കെ. പടച്ചോൻ നമ്മളൊക്കെ അവരുടെ എരുത്തിരുന്നു കൊണ്ട് ഈ ദീന് പറയുന്നത് കൊണ്ട്, വാള് പറയുന്നത് കൊണ്ട്, നല്ലത് ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുന്നത് കൊണ്ട് നമ്മയും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. വലതുപക്ഷക്കാരൊഴികെ, വലതുപക്ഷക്കാരായ ആളുകളൊഴികെ ഫീ ജന്നാത്ത്, അവർ സ്വർഗത്തിലായിരിക്കും. യതസാഅലൂന അനിൽ മുജ്രിമീൻ, സ്വർഗത്തിൽ നിന്ന് അവർക്ക് എന്താ പണി? ഈ നരകത്ത് കടന്ന പാപികളായ ആളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക.
നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന VIP ആണല്ലോ അത്, മൂപ്പര് നരകത്തിലാണല്ലോ, ഇതെന്താ പറ്റിയത്? ഇങ്ങനെ ചോദിക്കും. ഏതായാലും അവർ തീരുമാനിക്കും നമുക്കെല്ലാവർക്കും അവരുടെ കൂടെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ചോദിച്ചാലോ. അങ്ങനെ അവർ ചൊല്ലും, അവരോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എന്തേ സഖർ എന്ന നരകത്തിൽ കിടക്കുന്നു? നിങ്ങൾ എന്തേ ഈ നരകത്തിൽ കിടക്കുന്നു? അതിനവർ പറയുന്ന മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ലട്ടോ. ഞങ്ങളെല്ലാം നല്ലത് ചെയ്തിരുന്നപ്പോഴും ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. വകുന്നാ നഖൂലു മഅൽ ഖായിദീൻ, ദുർമാർഗികളായ ആളുകൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ മടിക്കാതിരിക്കുമ്പോ അതിൽ ഞങ്ങളും കൂടെ അവരോട് കൂടെ ചേർന്നിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും നരകാഗ്നിയിൽ കിടന്നത് എന്ന്. നിസ്കരിക്കാതെ സഖർ എന്ന നരകത്തിൽ കിടന്നവർ നല്ല ആളുകളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ പറഞ്ഞതും